പൂരനായകൻ വിട വാങ്ങിയിരിക്കുന്നു. ജ്യേഷ്ഠന്മാരായ മംഗലാംകുന്ന് കർണൻ്റെയും മംഗലാംകുന്ന് ഗണപതിയുടെയും അരികിലേക്ക് അവനും യാത്രയായി. മംഗലാംകുന്ന് അയ്യപ്പൻ, കലിയുഗവരദനായ അയ്യപ്പൻ്റെ നാമം പേരായി സ്വീകരിച്ചവൻ. മംഗലാംകുന്ന് അയ്യപ്പൻ മടങ്ങുന്ന ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അയ്യപ്പൻ്റെ തിരുനാളായ ഉത്രം ദിനമാണ്. അതെ, മംഗലാംകുന്ന് അയ്യപ്പൻ ഇനി പൂരപ്പറമ്പുകളിൽ ഉണ്ടാകില്ല. കർണൻ്റെയും ഗണപതിയുടെയും അരികിലേക്ക് അവനും യാത്രയാവുകയാണ്. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങൾക്കും വേലകൾക്കും തിടമ്പേറ്റാൻ നിയോഗം സിദ്ധിച്ച മംഗലാംകുന്ന് അയ്യപ്പൻ ഇനി നമ്മളോടൊപ്പം പൂരപ്പറമ്പുകളിൽ ഉണ്ടാകില്ല. മംഗലാംകുന്ന് അയ്യപ്പൻ ഈ മണ്ണ് വിട്ട, ആനക്കേരളം വിട്ട, ആനപ്രേമികളെ വിട്ട, പൂരപ്രേമികളെ വിട്ട വിട വാങ്ങിയിരിക്കുന്നു. ഇത് ആനക്കേരളത്തിന് തീരാ നഷ്ടമാണ്. പൂരനായകനായി വാഴാനുള്ള യോഗമുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടായില്ല. 2003 തിരുവമ്പാടിയുടെ നായകൻ ചന്ദ്രശേഖരൻ ചരിഞ്ഞതിനു ശേഷം അയ്യപ്പനെ സ്വന്തമാക്കുവാൻ തിരുവമ്പാടിക്കാർ ശ്രമിച്ചുവെങ്കിലും മംഗലാംകുന്ന് സഹോദരങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായില്ല. 2005 പാറമേക്കാവ് പരമേശ്വരന്റെ വിയോഗത്തിനു ശേഷം പാറമേക്കാവ് ദേവസ്വവും അയ്യപ്പനെ വാങ്ങുവാൻ നോക്കിയെങ്കിലും അന്നും ഉടമകൾ കൈമാറ്റത്തിന് താല്പര്യം കാണിച്ചില്ല. നല്ല ഉയരവും നാടൻ ആനകൾക്ക് തുല്യമായ അഴകും ലക്ഷണത്തികവുകളും നാടൻ ആനകൾക്കത്ര വഴങ്ങാത്ത തലപ്പൊക്കവും സംഗമിക്കുന്ന അപൂർവ ജന്മം. ഈ മേന്മകൾ കൊണ്ട് തന്നെ എഴുന്നള്ളിപ്പിന് ചിട്ടയുള്ള ലക്ഷണ ഉത്സവങ്ങളിലും അളവിലും തലപ്പൊക്കത്തിലും പ്രാധാന്യമുള്ള മത്സരപ്പൂരങ്ങളിലും ഒരുപോലെ വഴങ്ങിയ അതുല്യ ഗജപ്പിറവിയായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിനും വേലകളുടെ വേലയായ നെന്മാറ വേലയ്ക്കും തിടമ്പേറ്റി എഴുന്നള്ളിയ അപൂർവം പ്രൈവറ്റ് ആനകളിൽ ഒരാളാണ് മംഗലാംകുന്ന് അയ്യപ്പൻ. വള്ളുവനാട്ടിലെ ചുരവും കടന്ന് വള്ളുവനാട്ടിലെ മണ്ണിൽ തന്നെ വളരുവാൻ കാലം നിയോഗം കൊടുത്ത ഗജപ്പിറവി. ഒറ്റ നിലവിൻ്റെ വൈഡൂര്യ ശോഭ. ആ ശോഭ മാഞ്ഞിരിക്കുന്നു. മംഗലാംകുന്ന് അയ്യപ്പൻ ഇനിയില്ല. ആനപ്രേമികളെ ത്രസിപ്പിക്കുവാൻ മംഗലാംകുന്ന് അയ്യപ്പൻ പൂരപ്പറമ്പുകളിലേക്ക് ഇനിയെത്തില്ല. മനം മയക്കും മനോഹാരിത വഴിഞ്ഞൊഴകും കരിയഴകും കാഴ്ചക്കാരനെ രോമാഞ്ചകഞ്ചുകനാക്കുന്ന അമ്പരച്ചുംബിയായ തലയെടുപ്പോടുകൂടി കലിയുഗവരദൻ്റെ നാമം കടമെടുത്തുകൊണ്ട് കലിയുഗത്തിൽ പിറവിയെടുത്തവൻ മംഗലാംകുന്ന് അയ്യപ്പൻ. പൂരപ്പെരുമ പറയുവാൻ ഇനി അയ്യപ്പനില്ല. ആ വൈഡൂര്യ ശോഭ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. ആനക്കേരളത്തിന്, പൂരങ്ങൾക്ക്, പൂരപ്രേമികൾക്ക് തീരാ നഷ്ടമാണ്. മംഗലാംകുന്ന് തറവാട്ടിൻ്റെ തലയെടുപ്പുകളായ കർണൻ്റെയും ഗണപതിയുടെയും അടുത്തേക്ക് മംഗലാംകുന്ന് അയ്യപ്പനും വിട വാങ്ങുന്നു. പേരുപോലെ അയ്യപ്പൻ്റെ തിരുനാൾ ദിനമായ ഉത്രം നാളിൽ തന്നെ മംഗലാംകുന്ന് അയ്യപ്പൻ പൂരകേരളത്തിനോട്, ആനക്കേരളത്തിനോട് വിട വാങ്ങുകയാണ്. പൂരനായകനായി വാഴാനുള്ള യോഗമുണ്ടായിരുന്നിട്ടും അതിനുള്ള ഭാഗ്യമുണ്ടാകാതിരുന്ന മംഗലാംകുന്ന് അയ്യപ്പൻ ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പൂരപ്പറമ്പുകളിലേക്ക് അവൻ മടങ്ങി വരുന്നതും കാത്തിരുന്ന ആനപ്രേമികളെ വിഷമിപ്പിച്ചുകൊണ്ടാണ് ആ വാർത്ത പുറത്തിറങ്ങിയത്. മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞിരിക്കുന്നു. ആനക്കേരളത്തിൽ ഇനി മംഗലാംകുന്ന് അയ്യപ്പനില്ല. അഴകും സൗന്ദര്യവും തലയെടുപ്പും ഒരുപോലെ സംഗമിച്ചവൻ, കർണാടക കാടുകൾ കേരളത്തിന് സമ്മാനിച്ച മംഗലാംകുന്ന് തറവാടിൻ്റെ ഐശ്വര്യമായി മാറിയ, മംഗലാംകുന്നിൻ്റെ പാലക്കാടിൻ്റെ തലയെടുപ്പായി മാറിയ മംഗലാംകുന്ന് അയ്യപ്പൻ ഈ നാടിനെ വിട്ടു മറഞ്ഞിരിക്കുന്നു. പൂരപ്പറമ്പുകളിൽ ഇനി ആ വൈഡൂര്യ ശോഭയില്ല. പൂരപ്പെരുമ പറയുവാൻ അയ്യപ്പനില്ല. മനം മയക്കുന്ന മനോഹാരിത വെഴിഞ്ഞെഴുകുന്ന കരിയഴകും കാഴ്ചക്കാരനെ രോമാഞ്ചകഞ്ചുകനാക്കുന്ന അമ്പരച്ചുംബിയായ തലയെടുപ്പോടുകൂടി കലിയുഗവരദൻ്റെ നാമം കടമെടുത്ത് കലിയുഗത്തിൽ പിറവിയെടുത്ത ഉത്സവപ്പറമ്പുകളിൽ, പൂരപ്പറമ്പുകളിൽ, വേലപ്പറമ്പുകളിൽ ആനപ്രേമികളെ രോമാഞ്ചകഞ്ചുകരാക്കിയ മംഗലാംകുന്ന് അയ്യപ്പൻ. മംഗലാംകുന്ന് അയ്യപ്പൻ്റെ അവസാന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.